ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഹുമാ ഡിസൈൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനേഴ്സിന് എങ്ങനെ ടോപ്പിൽ നിന്നും മെഷർമെന്റ് എടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവർക്കും തയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കണേന്ന് അറിയത്തുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഷോൾഡറിന്റെ മെഷർമെന്റ് എങ്ങനെ എടുക്കണം എന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് എപ്പോഴും ഷോൾഡറിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മുടെ ഈ ബാക്ക് സൈഡില്ലേ അവിടുന്ന് വേണം നമ്മൾ ടേപ്പ് വെക്കാൻ. അപ്പൊ ഈ ഷോൾഡറിന്റെ എൻഡിങ്, അതായത് ആം ഹോളിന്റെ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഇപ്പുറത്തെ ഷോൾഡറിന്റെ എൻഡിങ് വരെ നമുക്ക് ഇത് മെഷർ ചെയ്യാം. അപ്പൊ എനിക്കിവിടെ 50 ആണ് കിട്ടിയേക്കുന്നത്. ഇതാണ് എന്റെ ഈ ഡ്രസ്സിന്റെ ഷോൾഡറിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഷോൾഡറിന്റെ മെഷർമെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യാന്ന് നോക്കാം. അപ്പൊ അതാരം ഷോൾഡറിന്റെ അവിടെ നമുക്ക് ടേപ്പ് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അവിടെ വരെ നമുക്ക് പിടിക്കാം. അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് 44 ആണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഈ ലെങ്ത്തിന് വ്യത്യാസം വരും. ചിലവർക്ക് ലെങ്ത് നന്നായിട്ട് ഇറക്കം വേണം, ചിലവർക്ക് അത്ര ഇറക്കം വേണ്ട. അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ ഈ ടേപ്പ് പിടിക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വയ്ക്കാം. ഇത് ഇങ്ങനെ വെക്കാനോ അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് ഇട്ടിട്ട് മെഷർ ചെയ്യാനോ പാടില്ല. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് വേണം നമുക്ക് ലെങ്ത്തിന്റെ മെഷർമെന്റ് എടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് ഈ ചെസ്റ്റിന്റെ മെഷർമെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ ആം ഹോളില്ലേ, ഈ ആം ഹോളിന്റെ അവിടുന്ന് നമുക്ക് ചെസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കാം. ഇവിടെ എനിക്ക് കിട്ടിയേക്കുന്നത് 37.5 ആണ് ചെസ്റ്റിന്റെ മെഷർമെന്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിന്റെ ആണ്. അതിന് ഈ ബ്രസ്റ്റിന്റെ താഴെ വേണം മെഷർ ചെയ്ത് കൊടുക്കാൻ. എനിക്കിവിടെ 32.5 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി വേണ്ട മെഷർമെന്റ് എന്ന് വെച്ചാൽ ഹിപ്പാണ്. ഹിപ്പിന്റെ നമുക്ക് മെഷർ ചെയ്ത് കൊടുക്കാം. അത് കിട്ടിയിരിക്കുന്നത് 37.5 ആണ്. അപ്പൊ നമ്മുടെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട മെഷർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലിറ്റ് ഇടാനുള്ള മെഷർമെന്റ് ആണ്. അപ്പൊ ഓൾറെഡി നമ്മൾ ലെങ്ത്തിന്റെ മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത് എടുക്കേണ്ടത് നമുക്ക് എവിടെ വരെയാണ് നമുക്ക് സ്ലിറ്റ് വേണ്ടത് അവിടെ വരെ. എവിടുന്ന് നമുക്ക് ഇവിടെ സ്ലിറ്റ് തുടങ്ങണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ വരെ നമുക്ക് പിടിക്കാം. എനിക്ക് ഇവിടെ 22 ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇവിടെ 22 മാർക്ക് ചെയ്തിട്ട് വേണം ബാക്കി ഇവിടെ സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിട്ട്. ഇനി നമുക്ക് ഇതിന്റെ ആം ഹോളിന്റെ മെഷർമെന്റ് വേണം. അതിനായി ഈ കൈക്കുഴിയുടെ ഉള്ളിൽ നിന്ന് ടേപ്പ് എടുക്കാം. നന്നായിട്ട് നല്ല ടൈറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്കിത് 60 ആണ് കിട്ടുന്നത്. 60 എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് സ്ലീവിന്റെ ലെങ്ത് വേണം. ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ തുടങ്ങേണ്ടത് നമ്മുടെ ഷോൾഡർ ഇല്ലേ, നമ്മുടെ ഷോൾഡറിന്റെ അവിടെ വെച്ചിട്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ എനിക്കിവിടെ 16.5 ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ മെഷർമെന്റ് മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് ഫുൾ സ്ലീവ് വേണം, ചിലവർക്ക് ഹാഫ് സ്ലീവ് മതി. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇനി നമുക്ക് അളക്കേണ്ട സ്ലീവിന്റെ ലൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെങ്ത്തും ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ അടിയിൽ നിന്ന് വേണം സ്ലീവിന്റെ ലൂസ് നമുക്ക് മെഷർ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ എനിക്കിവിടെ 12 ആണ് ഇതിന്റെ സ്ലീവിന്റെ ലൂസ് എനിക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തതായി നെക്കിന്റെ മെഷർമെന്റ് ആണ്. അപ്പൊ നെക്കിന് ഒരു നോർമൽ നെക്കിന് 6 ആണ് മെഷർമെന്റ് വിഡ്ത് വരുന്നത്. നെക്കിന്റെ വിഡ്ത് 6 ആയിരിക്കും എപ്പോഴും വരാം. അതിന്റെ പകുതി 3 ആണ് നമ്മള് ക്ലോത്തിലൊക്കെ മാർക്ക് ചെയ്യുന്നത്. എന്നാൽ ഹൈനെക്കൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് നെക്കിന്റെ വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഈ ഡ്രസ്സിന്റെ നെക്കിന്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 7 ആണ് വന്നേക്കുന്നത്. അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും. ചിലവർക്ക് ഇത്രയും ലെങ്ത് വേണമെന്നുണ്ടാവില്ല, ചിലവർക്ക് ഇതിനും വലിയ ലെങ്ത്തോടെ നെക്ക് വേണമെന്നായിരിക്കും. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നെക്കിന്റെ ലെങ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു ചുരിദാർ ടോപ്പിന്റെ മെഷർമെന്റ് എങ്ങനെ എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം.